നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കടലിലും ആകാശത്തും ഒരേപോലെ അടികൊണ്ട് തളരുകയാണ് ഇറാൻ. തല പൊക്കാൻ കഴിയാത്ത വിധം ഇറാൻ റവല്യൂഷണറി ഗാർഡ് തളരുന്നു. ഇറാനെ സമുദ്രത്തിലിട്ട് വട്ടം പൂട്ടി അമേരിക്കൻ നാവികസേന. ടെഹ്റാന്റെ ആകാശത്ത് ഇസ്രയേലിന്റെ സംഹാര താണ്ഡവവും. എത്രയും പെട്ടെന്ന് കീഴടങ്ങുക എന്ന അന്ത്യശാസനമാണ് ഇറാന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. മരണം വരെ പോരാട്ടം എന്ന പ്രഖ്യാപനവുമായി ഇറാനും നിൽക്കുന്നു. എന്നാൽ ആവനാഴിയിലെ അസ്ത്രങ്ങൾ തീരും വരെയല്ലേ നിനക്കൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് ഇറാന് ചെക്ക് വെച്ച് അമേരിക്ക. വ്യോമാക്രമണത്തോടൊപ്പം അതിശക്തമായ നാവിക ആക്രമണവും അമേരിക്ക പുറത്തെടുത്തതാണ് ഇറാനെ വലച്ചിരിക്കുന്നത്. അന്തർവാഹിനികളും പടക്കപ്പലുകളും ഇറാൻ പുറത്തിറക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇറാന്റെ കപ്പൽ കരുത്തിനെ മുക്കാൻ അമേരിക്കൻ പടക്കപ്പലുകൾ ഒരു മുഴം മുന്നേ കളിച്ചു. ഇതോടെ കടലിലും ആകാശത്തും ഒരുപോലെ അടികൊണ്ട ഇറാന്റെ തല പിളരുകയാണ്. ഇസ്രയേലാകട്ടെ മറ്റൊരു വഴിക്കൂടെ തങ്ങളുടെ ആയുധപ്പുര നിറച്ചുകൊണ്ടിരിക്കുന്നു. ടെഹ്റാനിലേക്ക് നിരന്തരം ആക്രമണങ്ങൾ ഇസ്രയേൽ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രയേലിന്റെ അടികൊണ്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പലയിടത്തു നിന്നും ഓടുന്ന കാഴ്ചകളും പുറത്തേക്ക് വരികയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാന്റെ വിമാനത്താവളങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക കേന്ദ്രങ്ങളും എണ്ണ കേന്ദ്രങ്ങളും ആയുധ പരിശീലന കേന്ദ്രങ്ങളും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും ഒക്കെ ലക്ഷ്യം വെച്ചാണ് ഇസ്രയേൽ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് വ്യാപിക്കവേ ഇറാന്റെ കരുത്തായ ഡ്രോൺ കാരിയർ കപ്പലിനെ തകർത്ത് അമേരിക്കൻ സൈന്യം വീണ്ടും ഇറാന് കനത്ത തിരിച്ചടി കൊടുത്തിരിക്കുകയാണ്. ആക്രമണത്തിൽ കപ്പൽ പൂർണ്ണമായും അഗ്നിക്കിരയായതായും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇറാനിയൻ കപ്പലിനെ ലക്ഷ്യമിട്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകളിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും തുരുതുര മിസൈൽ ആക്രമണമാണ് ഉണ്ടായത്. ഡ്രോണുകൾ വിക്ഷേപിക്കാൻ ശേഷിയുള്ള ഈ കപ്പൽ മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്കും സഖ്യകക്ഷികൾക്കും വലിയ ഭീഷണിയാണെന്ന് US പ്രതിരോധ വിഭാഗം വിലയിരുത്തിയിരുന്നു. ആക്രമണത്തിന് പിന്നാലെ കപ്പലിൽ വൻ സ്ഫോടനങ്ങൾ ഉണ്ടാകുകയും ആകാശം മുട്ടെ തീഗോളങ്ങൾ ഉയരുകയും ചെയ്തു. കപ്പലിൽ ഉണ്ടായിരുന്ന ഡ്രോണുകളും മറ്റ് ആയുധ ശേഖരങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു. ഇനി പിന്നോട്ടേക്കില്ല എന്ന ശക്തമായ സന്ദേശവുമായി ഈ നീക്കത്തിലൂടെ അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് നൽകുന്നത്. തങ്ങളുടെ സൈനികർക്കും കപ്പലുകൾക്കും നേരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് തത്തുല്യമായ മറുപടി നൽകുമെന്ന് വൈറ്റ് ഹൗസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ശത്രു രാജ്യങ്ങളുടെ പ്രകോപനം തടയുന്നതിനുമാണ് ഈ ആക്രമണം നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അത്യാധുനികമായ ആയുധങ്ങളാണ് ഈ ഓപ്പറേഷനായി അമേരിക്ക ഉപയോഗിച്ചത്. തങ്ങളുടെ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇറാൻ കടുത്ത ഭാഷയിൽ അപലപിച്ചു. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അമേരിക്ക വലിയ വില നൽകേണ്ടി വരുമെന്നും ഇറാന്റെ നേതാക്കളാണ് മുന്നറിയിപ്പ് കൊടുത്തത്. ഡ്രോൺ കാരിയർ കപ്പൽ തകർത്തതോടെ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് ഇറാൻ ആരോപിച്ചു. ഇതിന് പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന സൂചന നൽകിയതോടെ ഹോർമുസ് കടലിടുക്കിലും ചെങ്കടലിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാന്റെ നിരുപാധിക കീഴടങ്ങൽ ആവശ്യപ്പെട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കട്ടായം നിൽക്കുന്നത്. സ്വീകാര്യമായ പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുത്തതിന് ശേഷം അമേരിക്കയും സഖ്യകക്ഷികളും ഇറാനെ സാമ്പത്തികമായി വലുതും മികച്ചതും ശക്തവുമാക്കുമെന്ന് ട്രംപ് പറഞ്ഞു. യുദ്ധം 2ാം ആഴ്ചയിലേക്ക് കടക്കാൻ പോകുമ്പോൾ ഒരാഴ്ച മുൻപ് സുപ്രീം നേതാവ് അലി ഖമനേയുടെ വധത്തിന് ശേഷം രാജ്യത്തെ ആര് നയിക്കും എന്ന കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല. വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലിവിറ്റ് സൈനിക പ്രവർത്തനങ്ങൾ 4 മുതൽ 6 ആഴ്ച വരെ നീണ്ടു നിൽക്കുമെന്ന് അമേരിക്കൻ ഭരണകൂടം പ്രതീക്ഷിക്കുന്നതായി പറഞ്ഞിരുന്നു. തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ എഴുതിയ കുറിപ്പിൽ ട്രംപ് പറഞ്ഞത് ഉപാധികളില്ലാത്ത കീഴടങ്ങൽ ഒഴികെ ഇറാനുമായി ഒരു കരാറും ഉണ്ടാക്കില്ല എന്നാണ്. അതിനുശേഷം മഹാനും സ്വീകാര്യനുമായ ഒരു നേതാവിനെ തെരഞ്ഞെടുത്തതിനു ശേഷം തങ്ങളും സഖ്യകക്ഷികളും പങ്കാളികളും ഇറാനെ നാശത്തിന്റെ വക്കിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ അക്ഷീണം പ്രവർത്തിക്കുമെന്നും അതുവഴി സാമ്പത്തികമായി മുമ്പത്തേക്കാളും വലുതും മികച്ചതും ശക്തവുമാക്കും എന്നാണ് ട്രംപ് വിശദീകരിച്ചിരിക്കുന്നത്. ഇറാന് ഒരു മികച്ച ഭാവി ഉണ്ടാകുമെന്നും ഇറാനെ വീണ്ടും മഹത്തരമാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ പുതിയ ഇടപെടൽ യുദ്ധത്തിന് ചർച്ചയിലൂടെയുള്ള ഒരു ഒത്തുതീർപ്പിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലെന്ന സൂചനയാണ് നൽകുന്നത്. എന്നാൽ ഭരണമാറ്റത്തിന് ആഹ്വാനം ചെയ്യുന്നത് ട്രംപ് ഇപ്പോൾ ഒഴിവാക്കുകയും ചെയ്യുന്നു.
സംഘർഷത്തിന്റെ തുടക്കം മുതൽ ട്രംപ് ഭരണമാറ്റം എന്ന പദം ഒഴിവാക്കിയിട്ടുണ്ട്. ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും പോലെ നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷത്തിലേക്ക് യുഎസിനെ വലിച്ചിഴയ്ക്കാൻ പ്രസിഡന്റ് അനുവദിക്കില്ല എന്ന് ട്രംപിന് വേണ്ടി മറ്റ് മുതിർന്ന ഭരണകൂട ഉദ്യോഗസ്ഥർ സമീപ ദിവസങ്ങളിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതായത് ഒരു നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് അമേരിക്കയ്ക്ക് കടക്കാൻ കഴിയില്ല. കാരണം അത്ര നിസ്സാര രാജ്യവുമല്ല തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഇറാൻ. ഇറാൻ ആകട്ടെ ഒരു കരയുദ്ധത്തിനാണ് ഇപ്പോൾ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സേനകൾ ഇറാനിലേക്ക് കരയുദ്ധവുമായി എത്തിയാൽ അതിനെ നേരിടുക എന്നുള്ള ഒരു നീക്കമാണ് ഇറാന്റെ ലക്ഷ്യം. അതായത് കരയുദ്ധത്തിൽ തങ്ങൾക്ക് മേൽക്കൈ ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ് ഇറാനുള്ളത്. കാരണം ഇറാന്റെ ഭൂപ്രകൃതി കരയുദ്ധത്തിൽ ശത്രുക്കൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ്. ഇത് ഇറാന് വലിയ ഗുണം ചെയ്യുന്നതുമാണ്. മുൻപ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഇറാനിലേക്ക് കരയുദ്ധത്തിനും ഞങ്ങൾ മടിക്കില്ല എന്ന്. എന്നാൽ പിന്നീട് ഈ നിലപാട് മാറ്റുകയായിരുന്നു. കാരണം അത്ര എളുപ്പമല്ല ഇറാനിലേക്കുള്ള കരയുദ്ധം. ഇറാന്റെ നാവികസേനയെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ആ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പാതയിലാണ് തങ്ങളെന്നാണ് കരോലിൻ ലിവിറ്റും പറഞ്ഞത്. ഒരു തീവ്രവാദിയോ അമേരിക്കയ്ക്ക് മരണം ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടമോ ഇറാനെ നയിക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നില്ല എന്നും ഇവർ പറഞ്ഞു. ഇക്കാര്യം ട്രംപ് ഗൗരവതരമായി ചർച്ച ചെയ്യുകയാണെന്നും ലിവിറ്റ് വ്യക്തമാക്കി. ഇറാന്റെ അടുത്ത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ താൻ ഒരു പങ്ക് വഹിക്കുമെന്ന് ഈ ആഴ്ച ആദ്യം ട്രംപ് US മാധ്യമമായ ആക്സിയോസിനോട് പറഞ്ഞിരുന്നു. റഷ്യ വളരെ കാലമായി ഇറാന്റെ സഖ്യകക്ഷിയാണ്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അയൽ രാജ്യമായ യുക്രൈൻ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിന് ശേഷം കഴിഞ്ഞ 4 വർഷത്തിനിടെ റഷ്യൻ സൈനികർക്ക് ഉപയോഗിക്കുന്നതിനായി ആയിരക്കണക്കിന് ഷാഹദ് ഡ്രോണുകൾ ടെഹ്റാൻ മോസ്കോയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇന്നലെ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ഇറാൻ നേതൃത്വവുമായി റഷ്യ സംഭാഷണം തുടരുകയാണെന്ന് വ്യക്തമാക്കിയിരുന്നു. അതായത് ഇറാനെ സഹായിക്കാൻ റഷ്യ ഏതെങ്കിലും ഒരു തരത്തിൽ ഇടപെടൽ നടത്തുമോ എന്നുള്ള ഒരു ആശങ്ക അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ യുക്രൈനുമായിട്ടുള്ള യുദ്ധം കൊഴുപ്പിക്കാൻ തന്നെയാണ് അമേരിക്ക മറ്റൊരു വഴിക്കൂടെയും ശ്രമിക്കുന്നത്. ഇറാൻ ഒരു വിശുദ്ധ രാഷ്ട്രമാണെന്ന് ജനാധിപത്യ വിശ്വാസികൾ ഒരിക്കലും പറയില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെ ജനാധിപത്യ അവകാശങ്ങൾ ഇറാനിൽ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയും ഹമാസുമായി ഇറാനുള്ള ബന്ധവും രഹസ്യമല്ല. പക്ഷേ ഇതൊന്നും തന്നെ ഇറാൻ എന്ന പരമാധികാര സ്വതന്ത്ര റിപ്പബ്ലിക്കിനെ ആക്രമിക്കുന്നതിനും അവരുടെ പരമോന്നത നേതാവും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ 100 കണക്കിന് പേരെ കൊന്നൊടുക്കുന്നതിനും ഉള്ള സമ്മതപത്രവും ന്യായീകരണവുമല്ല എന്ന് ഇറാനെ പിന്തുണച്ചുകൊണ്ട് റഷ്യ വ്യക്തമാക്കിയിരുന്നു. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കേണ്ടത് അവിടുത്തെ ജനങ്ങളാണെന്ന് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ആഹ്വാനം പോകുകയാണ്. അതായത് ഒരു വഴിക്കൂടെ ഞങ്ങൾ ഇറാൻ ഭരണകൂടത്തെ മത ഭരണകൂടത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ജനങ്ങൾ ഇറങ്ങി ജനാധിപത്യ പരമായ രീതിയിലേക്ക് ആ ഭരണകൂടത്തെ എത്തിക്കണം എന്നുള്ളതാണ്. അതായത് ആ ഭരണകൂടത്തെ മറിച്ചിട്ട് ഒരു ജനാധിപത്യ ഭരണകൂടത്തെ എത്തിക്കുന്നതിൽ അവിടുത്തെ ജനങ്ങൾ ഇറങ്ങിത്തിരിക്കണമെന്നാണ് അമേരിക്ക ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ആഭ്യന്തര കലഹം കൂടി നിങ്ങൾ ഒരു വഴിക്കൂടെ നടത്തിക്കോളൂ എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത്. അടിക്ക് മേലെ അടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഇസ്രയേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇടതടവില്ലാതെ തല പിളർത്തുന്ന അടി കിട്ടുമ്പോഴും പക്ഷേ കീഴടങ്ങാൻ ഇറാൻ തയ്യാറാകുന്നില്ല. അവരുടെ കൊലവിളി വീണ്ടും രൂക്ഷമാകുകയാണ്. സാമ്രാജ്യത്വ ശക്തികൾ വിക്ഷേപിച്ച മിസൈലുകൾക്ക് തകർക്കാൻ കഴിയാത്ത നെഞ്ചുറപ്പും അതിനേക്കാൾ തീക്ഷ്ണമായ പോരാട്ട വീര്യവും ഞങ്ങൾക്കുണ്ട്. അമേരിക്കയ്ക്ക് നേരെ ചീറി ഇറാനിൽ നിന്ന് മറ്റൊരു വെല്ലുവിളി കൂടി ഇപ്പോൾ വരികയാണ്. ഇറാന്റെ പ്രതിരോധ കോട്ടയ്ക്ക് കാവൽ നിൽക്കാൻ പുതിയൊരു കരുത്തൻ എത്തിയിരിക്കുന്നുവെന്ന് കൊട്ടിഘോഷിക്കുകയാണ് IRGC. ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പരമാധികാര പദം ഏറ്റെടുത്തതിന് പിന്നാലെ തുടങ്ങിയതാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഈ ഒരു ഭീഷണി. രാജ്യത്തിന്റെ വീരപുത്രന്മാർ രക്തസാക്ഷികളായ ആ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഈ കരുത്തൻ ഇറാന്റെ സൈനിക ശക്തിയെ കൂടുതൽ അപകടകാരിയായ ദിശയിലേക്ക് നയിക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ വെല്ലുവിളികൾ ഇറാനിൽ നിന്ന് ശക്തമാകുന്നത്. പതിറ്റാണ്ടുകളായി ഇറാൻ കെട്ടിപ്പടുത്ത മിസൈൽ കരുത്തും ആഭ്യന്തര പ്രതിരോധ സംവിധാനങ്ങളും അഹമ്മദ് വാഹിദിയുടെ കീഴിൽ കൂടുതൽ ശക്തമാകും എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ IRGC തലപ്പത്ത് വാഹിദിക്ക് എത്ര നാൾ ആയുസ്സുണ്ടാകും എന്നത് മറ്റൊരു പ്രധാന ചോദ്യമാണ്. കാരണം ഇറാൻ ഭരണകൂടത്തിന്റെ തലപ്പത്തേക്ക് വന്ന അടുത്ത ഗ്രൂപ്പിനെ സ്കെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് അമേരിക്ക. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ നിരവധി മുതിർന്ന സൈനിക നേതാക്കൾ കൊല്ലപ്പെട്ടതോടെയാണ് രാജ്യത്തിന്റെ ഏറ്റവും ശക്തമായ സൈനിക സംഘടനയുടെ നേതൃത്വത്തിലേക്ക് അഹമ്മദ് വാഹിദി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇറാനിലെ ഏറ്റവും സ്വാധീനമുള്ളതും ഒരേ സമയം ഏറ്റവും അപകടകരവുമായ സ്ഥാനങ്ങളിലൊന്നാണ് ഈ പദവി.
രാജ്യത്തിനെതിരെ ശക്തമായ ആക്രമണങ്ങൾ നടക്കുകയും സൈനിക നേതൃത്വത്തിൽ തുടർച്ചയായ നഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വാഹിദി ഈ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. 1970കളുടെ അവസാനം രൂപം കൊണ്ട IRGCയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ വാഹിദി സജീവമായിരുന്നു. 80കളിൽ ഇന്റലിജൻസ് മേഖലയിലും സൈനിക രംഗത്തും പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചു. 88 മുതൽ 97 വരെ IRGCയുടെ ഏറ്റവും ശക്തമായ വിഭാഗമായ ഖുദ് ഫോഴ്സിനെ വാഹിദി നയിച്ചിരുന്നുവെന്നും പിന്നീട് ആ സ്ഥാനം ഖാസിം സുലൈമാനിക്ക് കൈമാറിയതായും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സൈനിക രംഗത്തോടൊപ്പം രാഷ്ട്രീയ മേഖലയിലും വാഹിദിക്ക് വലിയ പരിചയമുണ്ട്. മുൻ പ്രസിഡന്റായ മഹ്മൂദ് അഹമ്മദി നജാദിയുടെ ഭരണകാലത്ത് വാഹിദി പ്രതിരോധ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിരുന്നു. പിന്നീട് അന്തരിച്ച പ്രസിഡന്റായ ഇബ്രാഹിം റൈസിയുടെ മന്ത്രിസഭയിൽ ആഭ്യന്തര മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. സൈനികവും രാഷ്ട്രീയവുമായ ഈ ഇരട്ട അനുഭവം വാഹിദിയെ ഇറാനിലെ ശക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിവുള്ള നേതാക്കളിൽ ഒരാളായി മാറ്റിയതായി നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇസ്ലാമിക് വിപ്ലവത്തിന്റെ ആശയങ്ങളോട് ശക്തമായ പ്രതിബദ്ധത പുലർത്തുന്ന നേതാവെന്ന നിലയിലാണ് വാഹിദി അറിയപ്പെടുന്നത്. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തെ വാഹിദി പ്രദേശത്തിന്റെയും ലോകത്തിന്റെയും ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു വെളിച്ചത്തിന്റെ പൊട്ടിത്തെറി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ പ്രതിരോധവും വിപ്ലവത്തിന്റെ തത്വങ്ങളും സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തമെന്ന് വാഹിദി പലപ്പോഴും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് തന്റെ കൈകളിൽ IRGC ശക്തമായിരിക്കുമെന്നും തന്റെ നീക്കങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരെയുള്ളതാണെന്നും ഇരു കൂട്ടരെയും തീർക്കുകയാണ് തന്റെ ആത്യന്തിക ലക്ഷ്യം എന്നൊക്കെയാണ് വാഹിദി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ആ തലയ്ക്കും എത്ര നാൾ ആയുസ്സുണ്ടാകും എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഇതിനിടെ മറ്റു ചില ചർച്ചകളാണ് പല വഴിക്ക് നടക്കുന്നത്. ഖമനേയിയെ ഇത്ര എളുപ്പത്തിൽ അമേരിക്കയ്ക്ക് വധിക്കാനായത് അത്ഭുതപ്പെടുത്തിയെന്നാണ് യുക്രൈനും വിയറ്റ്നാമും പ്രതികരിച്ചിരിക്കുന്നത്. എത്രയോ കാലമായി അമേരിക്കയുടെ ശത്രുവാണ് ഇറാൻ. എന്നിട്ടും പരമോന്നത നേതാവിനായി സുരക്ഷിത താവളം ഒരുക്കാൻ ഇറാൻ ആയില്ല എന്നത് ഒരു സമസ്യ പോലെയാണ് അനുഭവപ്പെട്ടത്. പക്ഷേ ഇറാനിൽ ഇന്ത്യയുടെ അംബാസഡർ ആയിരുന്ന KC സിംഗ് ചൂണ്ടിക്കാട്ടുന്നത് 86-കാരനായ ഖമനേയി രക്തസാക്ഷിത്വത്തിനായി സ്വയം തയ്യാറാവുകയായിരുന്നു എന്നാണ്. തന്റെ രക്തസാക്ഷിത്വത്തിലൂടെ ഭരണകൂടത്തിനെതിരെയുള്ള ആഭ്യന്തര കലാപങ്ങൾ ഇല്ലാതാക്കുന്നതിനും ശത്രുവിനെതിരെ രാജ്യത്തെ ഒന്നിച്ചു നിർത്തുന്നതിനും ഖമനേയി ലക്ഷ്യമിട്ടു എന്ന നിരീക്ഷണം അങ്ങനെ തള്ളിക്കളയണ്ട എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഖമനേയിയെ ഇല്ലാതാക്കുന്നതിലൂടെ ഭരണമാറ്റം സാധ്യമാവില്ലെന്നാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും ചൂണ്ടിക്കാട്ടുന്നത്. പരമോന്നത നേതാവ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നതെങ്കിലും ഇറാന്റെ നേതൃത്വം പല തട്ടുകളിലായാണ് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ഇറാൻ വെനസ്വേലയല്ല എന്നും മൊജിതബ ഖമനേയി ഡെൽസി റോഡ്രിഗ്സ് അല്ല എന്നുമാണ് UAE-യിൽ ഇന്ത്യൻ അംബാസഡർ ആയിരുന്ന തൽമിസ് അഹമ്മദ് ചൂണ്ടിക്കാട്ടുന്നത്. യുദ്ധം നീണ്ടാൽ ലോകമെങ്ങും അസ്ഥിരതയുണ്ടാകും. സംഘർഷങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഇസ്രയേലിന് ഇതൊന്നും പുത്തരിയാവില്ല. പക്ഷേ ട്രംപിന് ജനങ്ങളുടെ പ്രതികാരത്തിന്റെ ചൂടറിയേണ്ടി വരും എന്ന മുന്നറിയിപ്പും വരുന്നുണ്ട്. എണ്ണ വ്യാപാരം തടസ്സപ്പെട്ടാൽ ഗൾഫിൽ നിന്നുള്ള പെട്രോ ഡോളറിന്റെ ഒഴുക്കില്ലാതാകും. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ പെട്രോ ഡോളറിന്റെ പങ്ക് നിസ്സാരമല്ല. സൈനികമായി അമേരിക്കയും ഇസ്രയേലും ഇറാനേക്കാൾ എത്രയോ മുന്നിലാണ്. പക്ഷേ സൈനിക ശക്തി കൊണ്ട് എല്ലാ യുദ്ധവും ജയിക്കാനാവില്ല. വിയറ്റ്നാമിൽ അമേരിക്ക നേരിട്ടറിഞ്ഞ സംഗതിയാണിത്. യുക്രൈനിൽ റഷ്യയും ഇതറിയുന്നുണ്ടെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചില മുന്നറിയിപ്പുകളും പോകുന്നുണ്ട്. എന്തായാലും അതിശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.